രണ്ടാമത്തേത് അൻമാലിഹി, പണത്തിൻ്റെ കാര്യത്തിലും ചോദ്യമുണ്ടാകും. എല്ലാ വിഷയത്തിലും ഒരു ചോദ്യമാണ്, പണത്തിൻ്റെ കാര്യത്തിൽ 2 ചോദ്യം. മിന്നൈനക്തസബഹു, എവിടെന്നാണ് അവൻ അത് സമ്പാദിച്ചത്, വഫീമ അൻഫഖ്തഹു, എവിടെയാണതിൽ ചെലവാക്കിയത്. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ഫ്ലക്സുകളുടെ ഭയങ്കര മത്സരമല്ലേ നടക്കുന്നത്. വലിയ വലിയ ഫ്ലക്സുകൾ സ്ഥാപിക്കാൻ നമ്മുടെ മക്കൾ മുൻകൈയെടുത്ത് മത്സരിക്കുകയാണ്. അതിന് ചെലവാക്കുന്ന പണത്തിൻ്റെ കാര്യത്തിൽ ചോദ്യം വന്നാൽ എന്ത് മറുപടിയാ പറയുക? എന്ത് മറുപടിയാ പറയുക? അവരുടെ കൊടി തൂക്കാൻ മത്സരം നടക്കുകയാണ്. ഏതാണ് ആ കൊടി എന്നറിയോ? ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വല്ലിപ്പാര് രക്തം ചിന്തി ജീവൻ കൊടുത്തിട്ട് ആ കൊടി ഇവിടുന്ന് കെട്ടുകെട്ടിച്ചതാണ്. ആണോ അല്ലേ? ആണോ അല്ലേ? ആ കൊടി അവർ നമ്മളെ അടിമകളാക്കിയപ്പോൾ അനുവദിക്കില്ല. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരുടെ കൊടി ഇവിടെ പാറി പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജീവൻ കൊടുത്തവരാണ് നമ്മുടെയൊക്കെ വല്ലിപ്പാര്. പേരക്കുട്ടികൾ പണിയെന്താ? അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചിട്ട് ആ കൊടി നാട്ടാനുള്ള മത്സരം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ആ മുസീബത്തിനെ തൊട്ട് കാക്കട്ടെ. കളിച്ചൂടെ, കളിക്കാം. കളിക്കുന്ന തെറ്റാണോ? തെറ്റല്ല. പക്ഷേ കളിയൊരു ഭ്രാന്തായി മാറാൻ പാടില്ല. മറ്റെന്തിനേക്കാളും കളിക്ക് പ്രാധാന്യം കൊടുത്താൽ പരലോകം നഷ്ടപ്പെട്ടു പോകും. അതാണ് പേടി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് ഗൗരവമുള്ള വിഷയമാണ്. പള്ളിയുടെ മുന്നിലാണെങ്കിലും മദ്രസയുടെ മുന്നിലാണെങ്കിലും ദീനീ സ്ഥാപനങ്ങളുടെ മുന്നിലാണെങ്കിലും ആ നിലയിൽ മാറിക്കഴിഞ്ഞാൽ എന്തിനെയൊക്കെയാണ് നമ്മളിവിടെ അവഗണിക്കുന്നത്? പണത്തിൻ്റെ കാര്യത്തിൽ ചോദ്യം ഉണ്ടാവുന്ന റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. 1 ഉറുപ്യ നീ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ ചെലവാക്കി മറുപടി പറയേണ്ടി വരും. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലല്ലെങ്കിൽ അതുകൊണ്ട് പരലോകത്ത് കുടുങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവൻ്റെ ഇൽമിനെ കുറിച്ച് ചോദ്യമുണ്ടാകും. ലഭ്യമായ ഇൽമു കൊണ്ട് ചെയ്ത അമലെന്താണ് ചോദ്യമുണ്ടാകും. ഇങ്ങനെ പണം ചെലവഴിക്കരുതെന്ന വിജ്ഞാനം നിനക്കില്ലായിരുന്നോ? സ്കാരം കളാക്കിയിട്ട് കളിയുടെ പിന്നാലെ പോകരുതെന്ന ബോധം നിനക്കില്ലായിരുന്നോ? നട്ടപ്പാതിരക്ക് കളി കണ്ട് കൂക്കി വിളിച്ച് സമയം ചെലവഴിച്ച് സുബഹ് നിസ്കാരമില്ല, ആ സമയത്തും കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ്. അള്ളാഹു ചോദിക്കും, ഇത് അരുതാത്തതാണെന്ന ബോധം നിനക്കില്ലായിരുന്നോ? പിന്നെയോ വാൻ ജിസ്മിഹി ഫീമാ അബ്ലാ, അല്ലാഹു തന്ന ആരോഗ്യം എന്തിനാ ചെലവഴിച്ചത് ചോദ്യമുണ്ടാകും. ഒരു റിലാക്സിന് വേണ്ടിയൊക്കെ കളിക്കുക, പക്ഷെ ജീവിതം തന്നെ കളിയായി മാറുക. അതിന് ബാപ്പിയും വിഷയമല്ല, ഉമ്മിയും വിഷയമല്ല, ദീനും വിഷയമല്ല, ദീനിൻ്റെ അഹലുകാരും വിഷയമല്ല. അതിനെതിരെ പറയുന്നവരൊക്കെ വിഡ്ഢികൾ, പമ്പര വിഡ്ഢികൾ, അവരൊന്നും ഇക്കാലത്ത് ജീവിക്കേണ്ടവരല്ല എന്ന നിലയിൽ പരിഹസിക്കുക, ട്രോളുന്നൊരു കാലഘട്ടം അതൊക്കെയുണ്ടാകും. പക്ഷേ അത് കരുതി ദീന് പറയാതിരിക്കാൻ പറ്റുമോ? ഏതായാലും അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവരുടെയും ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കട്ടെ.